ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്തം സ്പെഷ്യൽ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്തത്തിൻ്റെ അന്ന് നടന്ന ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. അത്തം സ്പെഷ്യൽ വീഡിയോ മാത്രമല്ല കേട്ടോ, അത്തത്തിൻ്റെ അന്ന് എന്താ പറയുക, നമ്മളൊരു ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കുമല്ലോ, ചെറിയൊരു രീതിയിൽ കേട്ടോ, വലിയ സദ്യയും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാനത് ചെയ്തെടുത്തത് നമുക്ക് അവിൽ കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തത്, എങ്ങനെയാണ് ആ സദ്യ ഞാൻ അവിൽ കഷ്ണം മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തത് എന്നുള്ള ഒരു കാര്യം കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. ഈ കാണുന്ന അവിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഞാൻ അവിലുൾപ്പെടെ 4 വിഭവങ്ങളാണ് കേട്ടോ ചെയ്തത്. അതൊക്കെ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ചാനലൊന്നും ഇല്ലാത്തുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇന്നലെ പണി മാറ്റി വരുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറിയും ഉപ്പേരിയൊക്കെ വെക്കാൻ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അവിൽ കഷ്ണം മാത്രം മേടിച്ചാൽ മതിയെന്ന്. അപ്പോൾ അവിൽ കഷ്ണം മാത്രമോ ചോദിച്ചു, അപ്പോൾ കറി വെക്കാനോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെന്നെ വിശ്വാസമില്ലാത്ത കാരണം കൊണ്ടാണ് തോന്നുന്നു വെണ്ടക്കായും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിതിൽ കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഉപ്പേരി കഷ്ണങ്ങളാണ്. സാമ്പാറിന് പറ്റിയ അധികം കഷ്ണങ്ങളൊന്നുമില്ല, വെള്ളരിക്കൊക്കെ തന്നെ ഉള്ളൂ. സാധാരണ ഇങ്ങനെ കഷ്ണങ്ങൾ മേടിക്കുമ്പോൾ എന്താ പറയുക, കുമ്പളങ്ങയും അതുപോലെ തന്നെ പടവലങ്ങയൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് അതൊന്നും കിട്ടിയില്ല. അധികം ഉപ്പേരി കഷ്ണം ആയത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ കൊത്തമരിയും അതുപോലെ തന്നെ പയറും എടുത്തിട്ട് ഉപ്പേരിക്ക് ആക്കിയിട്ടോ. അപ്പം നമ്മുടെ ഉപ്പേരി എന്ന് പറയുന്നത് കൊത്തമരിയും അതുപോലെ തന്നെ പയറും. അപ്പോൾ ഉപ്പേരി സെറ്റായില്ലേ എങ്ങനെ അവിൽ കഷ്ണത്തിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവിൽക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ അത് ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളരിക്കയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ കായ എടുത്തിട്ടുണ്ട്, അതുപോലെ കയ്പ്പക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. പയർ ഉപ്പേരിയിലിടുന്ന കാരണം കുറച്ച് എടുത്തുള്ളൂ. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അതുപോലെ തന്നെ അമരക്കായും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചേന എടുത്തിട്ടുണ്ട്. അമരക്കായും അതുപോലെ തന്നെ പയറും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം നമ്മൾ ഉപ്പേരിയിൽ ഇടുന്നുണ്ടല്ലോ, വേറൊന്നല്ല കേട്ടോ. ഉപ്പേരി ഇപ്പോൾ അമരക്കായും അതുപോലെ തന്നെ പയറും വെക്കുക. എന്താ പറയുക, ഈ അവിലും കുറേ അമരക്കായും പയറും കൊണ്ട് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മീൻകറി മീൻ വറുത്തതെന്ന് പറയണ പോലെ ആയിപ്പോവും. അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇപ്പം ഞാൻ ഉപ്പേരി കഷ്ണം കൂടുതലുള്ളത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ 2 കഷ്ണമാണ്, അമരപ്പയറും അതുപോലെ തന്നെ പയറുമാണ് കേട്ടോ അധികം ഉള്ളത്. അപ്പോൾ ഞാൻ അത് ഉപ്പേരിയിലേക്ക് എടുത്തിട്ട് അവിയലിൽ കുറച്ചു അതാ ചെയ്തത്. എന്നിട്ട് പിന്നെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ തിരുമ്മിയിട്ട് അതങ്ങനെ സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ അത് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും മൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയണത് നമ്മളുടെ അവിയൽ കഷ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേനയും അതുപോലെ തന്നെ 2 കായായിരുന്നു, അതിലത്തെ ഒരു കായും അതെടുത്തിട്ട് നമ്മൾ കാളനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സാമ്പാർ. അതിന് കായയുടെ ഇങ്ങനെ തലയും വാലും ഒരു നടുക്കഷ്ണത്തിൻ്റെ ഒരു പകുതിയും അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ കയ്പ്പക്കായുടെ തലയും വാലും എടുത്തിട്ടുണ്ട്, അതുപോലെ വെള്ളരിക്കയുടെ ഒരു കഷ്ണം, മുരിങ്ങക്കായ, അതുപോലെ തന്നെ ക്യാരറ്റും ആണ് കേട്ടോ. അപ്പം നമുക്കങ്ങനെ ഉപ്പേരിയുടെയും കാളൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ആയി കേട്ടോ. അങ്ങനെ നമ്മൾ അവിലിന് കൊണ്ടുവന്ന ആ കഷ്ണങ്ങൾ കൊണ്ട് വേറെ 3 വിഭവങ്ങൾക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ എന്തായാലും അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ചോറ് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ചോറിനുള്ള വെള്ളം ആദ്യം വെച്ചു കേട്ടോ. പിന്നെ നമ്മളുടെ ഉപ്പേരി അമരക്കായി അതുപോലെ തന്നെ പയറും കൂടി അത് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനൊരു 5 മണിക്ക് എണീറ്റു കേട്ടോ. കാരണം നമുക്ക് ഇതൊക്കെ വെക്കും വേണം, പൂക്കളിടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ 5 മണിക്ക് ഞാൻ എണീറ്റുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി എന്താ പറയുക, ചോറിനുള്ള വെള്ളവും എല്ലാം വെച്ച് പുറത്തേക്ക് വന്നു കേട്ടോ. ഞാൻ ഈ മഴ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ ഉപ്പേരിയിലേക്കുള്ള വറുത്തിടാനുള്ളത് റെഡിയാക്കണമല്ലോ, അത് റെഡിയാക്കി കേട്ടോ. അതിപ്പോൾ നമുക്കിതാ ചുമന്ന മുളകും അതുപോലെ ഉണക്കമുളകും ഉണ്ടല്ലോ, അതും വെളുത്തുള്ളിയും സാധാ ഉള്ളിയും കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ. അത് കൂട്ടിയിട്ടാണ് നമ്മൾ വറുത്തിടുന്നത്. നമുക്കെന്തായാലും അപ്പോൾ വറുത്തിടേണ്ട പരിപാടികൾ നോക്കാം കേട്ടോ. കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ചതച്ച് വെച്ച എന്താ പറയുക
ചുവന്നമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നല്ല, ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ അതിൽ എന്താ പറയുക, ഇപ്പോൾ ഈ വഴറ്റിയ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളുടെ അവിയൽ കഷ്ണത്തിൽ നിന്ന് കൊണ്ടുവന്ന കഷ്ണങ്ങൾ കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സാമ്പാറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ എന്താ പറയുക, പരിപ്പ് ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ എല്ലാം കഷ്ണങ്ങളിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ വേണമെങ്കിൽ എനിക്ക് വെണ്ടക്കായ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ അവിയൽ കഷ്ണങ്ങൾ കൊണ്ടുള്ള സാമ്പാർ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇടണില്ല. ഒരു മുളക് കീറിയിട്ടുണ്ട് കേട്ടോ. ഒരു മുളകല്ല, 2 മുളക് കീറിയിടുന്നുണ്ട്. അതങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സാമ്പാറും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് അതിടുന്നുണ്ട്. നമ്മളുടെ സാമ്പാറിൽ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വറുത്തിടുന്ന നേരത്താണ് കേട്ടോ ഇടുന്നത്. കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ വളരെ കുറച്ച് മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. സാമ്പാർ പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പോലും മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അത്രേ ഇട്ടിട്ടുള്ളൂ. അതെല്ലാം കൂടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ എന്താ പറയുക, നന്നായി വഴറ്റിയിട്ട് ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ. കയ്യിൽ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ടാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അങ്ങനെ ഇതാ ഞാൻ ആ ചട്ടിയിലുള്ള മുഴുവൻ എന്താ പറയുക ഉള്ളിയുടെ അല്ല സോറി വറുത്തിട്ട മുളക് പൊടിയുടെയും സാമ്പാർ പൊടിയുടെയൊക്കെ ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ആളേനെ അടുപ്പത്ത് കയറ്റണം. ഇതുവരെ നമ്മളുടെ ചോറ് വെന്തിട്ടില്ല കേട്ടോ. ചോറ് അവിടെ ആ ഇരിപ്പന്നെയാണ്. നമ്മുടെ അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയലിനെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിയലിക്കുള്ള അരപ്പ് നോക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി, കറിവേപ്പില, ജീരകം, തേങ്ങ, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അരപ്പിനായിട്ട് എടുത്തിരിക്കണത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ അവിയൽ വെക്കണം കണ്ടിരിക്കണത്. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്തായാലും തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ശേഷം തൈരൊക്കെ ഒഴിച്ച് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം എന്താ പറയുക, തേങ്ങ ഒഴിക്കണ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കിയത്. അപ്പം അങ്ങനെ നമ്മളുടെ അവിയൽ സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ആൾ കാളം കുറുക്കിയത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിൽ ഞാൻ വേവിക്കാനായി വെച്ചു. പക്ഷേ കുക്കർ എനിക്ക് പണി തന്നു, ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. കുരുമുളക്, പച്ചമുളക്, ജീരകം, തേങ്ങ എല്ലാം കൂടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അങ്ങനെ അരപ്പ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കായും ചേനയും കുക്കറിൽ വെച്ചപ്പോൾ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുക്കർ മാറ്റി ഈ പാത്രത്തിലാക്കിയപ്പോൾ ഈ പാത്രത്തിലാണെങ്കിൽ ഞാൻ എന്താ പറയുക തൈരും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈരും കഷ്ണങ്ങളും കൂടി നന്നായി കുറുകി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ നമ്മളുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണത്. അങ്ങനെ അരപ്പ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. എന്തായാലും കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കട്ടയാക്കാം കേട്ടോ. കട്ടയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ടയായിട്ടുള്ള ഇതാക്കാം. പക്ഷെ എനിക്ക് നേരമില്ല. ഏട്ടനൊരു 7:30 ആകുമ്പോഴേക്കും പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് വറുത്തിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചു, അതുപോലെ തന്നെ ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ എന്താ പറയുക കാളൻ നല്ലതുപോലെ ഒന്ന് എന്താ പറയുക വറുത്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒന്ന് അത്യാവശ്യം തിരക്കേടില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുത്തത് പപ്പടം കാച്ചണം കേട്ടോ. അങ്ങനെ പപ്പടം കാച്ചി
അപ്പോൾ ഇതാ ഏട്ടന് ഇതാ അവിയൽ, ചോറ്, അതുപോലെ തന്നെ ഉപ്പേരി, കാളൻ, പിന്നെ ഇതാ സാമ്പാർ. ഇതിനിടയിൽ കട്ടൻ കാപ്പി വയ്ക്കലും അതുപോലെ തന്നെ ഏട്ടന് കൊടുക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ പപ്പടം ചൂടാറിണ്ടായിരുന്നില്ല, പപ്പടം ചൂടാറിയപ്പോൾ അതും കൂടി ആക്കിട്ടോ. പിന്നെ നമുക്കിന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ. ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞൊരു തൊരടി പിടിച്ച പണി പോലെ കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. എന്താ പറയുക, ദോശയും ഇഡ്ഡലിയും ഒക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാൻ സ്പീഡിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് പറ്റും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റേത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നിട്ടുണ്ടായിരുന്നത്, ഒരു മെനക്കെട്ട പണിയാന്നുള്ള ഒരു മൈൻഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഞാൻ എങ്ങനെ വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ. ഇതിങ്ങനെ ആവുന്നതിനിടയിൽ ഏട്ടന് കഴിക്കാനും കൊടുക്കുന്നുണ്ട് കേട്ടോ. പരത്തലും ചുടലൊക്കെ ഒപ്പാ. അത് കഴിഞ്ഞ് ഏട്ടന് കഴിക്കാനും കൊടുത്ത് ഏട്ടനൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എന്താ പറയുക പൂക്കളിടാനായിട്ട് നിന്നത്. അതിനിടയിൽ പൂമ്പാറ്റേനെ കുളിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അവൾക്ക് സ്കൂളിലേക്കൊക്കെ പോകാനുള്ളതല്ലേ. ഇപ്പം തന്നെ 7:30 കഴിഞ്ഞു. അവൾക്ക് എന്താ പറയുക 8:30 ആകുമ്പോഴേക്കും അവളുടെ വണ്ടി വരും. 8:45 ആകുമ്പോഴേക്കും അവളുടെ വണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് ആകെ ചെമ്പരത്തിയേ ഉള്ളൂ, ആകെ ഒരു ചെമ്പരത്തിമയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലങ്ങനെ പൂക്കളൊന്നുമില്ല, ഈ കൃഷ്ണഗിരിയുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ കൃഷ്ണഗിരിയുടെ ഏട്ടൻ പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ചെമ്പരത്തി പൂവൊക്കെ ഞാൻ ഇന്നലെ പൂമ്പാറ്റേനെ സ്കൂള് വിട്ട് വരുമ്പോൾ അവിടെ എന്താ പറയുക അവിടെ നിന്നുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അച്ചമ്മ ഇന്ന് രാവിലെ വരികയാണെന്ന് വെച്ചാൽ ചേഞ്ച് റോസൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ ഈ തിരക്കിൻ്റെ ഇടയിൽ പോകാൻ നേരം. അപ്പം ഞാനുള്ള ചെമ്പരത്തിയൊക്കെ വെച്ചിട്ട് ഒരു പൂക്കളിടുന്നുണ്ട് കേട്ടോ. എൻ്റെ പൂമ്പാറ്റ കണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്, അത് കാരണം കൊണ്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ആവണമൊക്കെ ഉണ്ട് കേട്ടോ. 3 കളർ ചെമ്പരത്തി കേട്ടോ. എന്താ പറയുക, പിങ്ക്, പീച്ച്, റെഡ്. പൂക്കളം ഇത്ര കേട്ടോ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ പൂവ് ബാക്കി വന്നപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പൂവിനെ ഇടയിലൊക്കെ ആയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. കാരണം ചെമ്പരത്തി പൂവാണെങ്കിൽ നമുക്ക് കളയാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളുടെ അത്തപ്പൂക്കളം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് അവിയൽ കഷ്ണങ്ങൾ വെച്ചിട്ട് ഞാൻ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിനി നേരെ പൂമ്പാറ്റേനെ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവാണ്. ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകി. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.